ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലം കേക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കുന്നില്ല. അതുപോലെ ഞാൻ ഇതിലേക്ക് ബീറ്ററും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് 195 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതായത് 1.5 കപ്പും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. ഇളക്കാതെ വെച്ചിരുന്നാൽ ആ സൈഡ് ഭാഗമൊക്കെ കരിഞ്ഞിട്ട് കയ്പ്പ് ചുവ കൂടുതലുണ്ടാവും. ഇപ്പോൾ പഞ്ചസാര അത്യാവശ്യം ലൈറ്റ് ഒരു ഗോൾഡൻ കളറിൽ കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു കളറിൽ എടുക്കുന്നുള്ളൂ. കൂടുതൽ ബ്രൗൺ കളർ ആക്കിയാൽ അതും ഒരു കയ്പ്പ് ചുവ ഉണ്ടാവും. ഇനി നമുക്ക് ഈ സ്റ്റേജിൽ ഇതിലേക്ക് ഒരു 240 ml ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 240 ml എന്ന് പറയുമ്പോൾ 2 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 കപ്പ് അളവിൽ ഞാൻ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി, ഈന്തപ്പഴം, പിന്നെ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്താണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്കായി, 2 ഗ്രാമ്പു എന്നിവ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അതൊരു ടേബിൾ സ്പൂൺ ഉണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഈ കേക്കിലേക്ക് വേറെ എസൻസുകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മുട്ടയുടെ സ്മെല്ലില്ലാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടി പൊടിച്ചതാണ് ചേർക്കുന്നത്. നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനങ്ങളായിരിക്കുമല്ലോ ഇത്. അപ്പോൾ ഇത് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ കേക്ക് റെഡിയാക്കുന്നത്. ഇനി ഈ കൂട്ടിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ജാം ചേർത്ത് കൊടുക്കാം. ഏത് ജാമായാലും കുഴപ്പമില്ല. മിക്സഡ് ഫ്രൂട്ട് ജാമോ അല്ലെങ്കിൽ പൈനാപ്പിൾ ജാമോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെയൊക്കെ കിട്ടില്ലേ, അതായാലും കുഴപ്പമില്ല. അത് ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഇത് വേവിച്ചെടുക്കണം. 5 മിനിറ്റോളം മതി, അതിൽ കൂടുതലാവണ്ട. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി ഒരു ഇളം ചൂടാവുന്നവരെ തണുപ്പിച്ചെടുക്കാം. ഈ പ്ലം കേക്ക് റെഡിയാക്കാനായിട്ട് ഞാനൊരു 195 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര എടുത്തിരിക്കുന്ന ആ അളവുണ്ടല്ലോ, ആ അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറും ചേർക്കുന്നില്ല, അതുപോലെ വേറെ എസൻസുകളൊന്നും ചേർക്കുന്നില്ല. ഈ ബേക്കിംഗ് സോഡയും ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു ബലൂൺ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ബലൂൺ വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടായാലും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ സ്പോഞ്ച് കേക്കിനൊക്കെ അരിച്ചെടുക്കുന്ന പോലെ 3-4 പ്രാവശ്യം ഒന്ന് അരിച്ചൊന്നും എടുക്കണ്ട. പിന്നെ നമ്മൾ ഈ പൊടി അതിലേക്ക് ചേർക്കുമ്പോൾ മാത്രം ഒരു പ്രാവശ്യം ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അത്യാവശ്യം ചൂടാറി ഒരു ഇളം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം കാഷ്യൂനട്ടും ബദാമും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അടുത്ത മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ആകെ 2 മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചൂട് കൂടുതലാവരുത് കേട്ടോ. ചൂട് ഇളം ചൂടായതിന് ശേഷം മാത്രം ഈ മുട്ട മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മുട്ട പിരിഞ്ഞ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ബലൂൺ വിസ്ക് വെച്ചിട്ട് മിക്സാക്കി കൊടുക്കണം. ഈ ബലൂൺ വിസ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടിത്തവി വെച്ചിട്ടായാലും നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ കൂട്ടിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടുത്തത് അരിച്ചിടാം. ഈ പ്ലം കേക്കിനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ സാധാരണ ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ ഒന്നും ചെയ്യേണ്ട. വളരെ എളുപ്പത്തിൽ സാധാരണ നമ്മൾ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി.
ഇപ്പോൾ പ്ലം കേക്കിനുള്ള കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സൈഡിലും അടിയിലും ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇട്ട ഒരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ ഒട്ടി പിടിക്കില്ല, നമുക്കിങ്ങനെ എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും. ഞാനിപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. OTG ഓവനിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റിനുള്ളിൽ ഈ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ സ്റ്റൗ ടോപ്പിൻ്റെ മീതെ അല്ലെങ്കിൽ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ കുക്കറൊക്കെ വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഈ പാത്രം വെച്ച് കൊടുക്കണം. എന്നിട്ട് അതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മീതേക്ക് കുറച്ച് കാഷ്നട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് മാറ്റാം. ഒരു 45 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജാം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താണ്. എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് ഈ ചൂടോട് കൂടി തന്നെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ മീതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ജാം വെച്ചിട്ട് ചെയ്യണേന് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ചിലർ ആൽക്കഹോളും ഇതുപോലെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ജാമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്കായിട്ടൊന്ന് മുറിച്ച് കാട്ടുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ആ ഒരു പ്ലം കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും തന്നെയാണ് ഇതിന്. നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഞാൻ ഈ പറയുന്നത് കറക്റ്റ് ആണോ എന്ന്. ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ താഴ്ന്നു പോകുന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ എല്ലായിടത്തും നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒന്ന് ഈ ക്രിസ്മസിന് എന്തായാലും എൻ്റെ ഈ ഒരു സ്പെഷ്യൽ പ്ലം കേക്ക്, നല്ല ഈസി ആയിട്ടുള്ള പ്ലം കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്